ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ കാര്യം നോക്കിയപ്പോൾ അരിമാവൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വൈകുന്നേരം ഒരു ദോശയാവാം, ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഒരു സവോള അരിഞ്ഞു വെച്ചു, ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്ന അരിഞ്ഞു വെച്ചു, ഒരു തക്കാളി അരിഞ്ഞു വെച്ചു, കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കണത് അരക്കപ്പ് കടലമാവാണ് കേട്ടോ. പിന്നെ അരക്കപ്പ് അരിപ്പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് തൈരാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു വിസ്ക് വെച്ച് നമുക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. ദോശയാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം വേണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വിസ്കോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീരെ കട്ടയില്ലാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഇട്ടാൽ നല്ല മണം വരും. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അപ്പോഴല്ലേ നമ്മുടെ റവയൊക്കെ ഒന്ന് നല്ലോണം കുതിർന്ന് വരുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കട്ടെ. അപ്പോൾ അടച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ തുറന്നപ്പോൾ നല്ലോണം റവയൊക്കെ നല്ലോണം കുതിർന്നേക്കണു. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ക്യാപ്സിക്കൻ്റെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്താ വീട്ടിലുള്ള വെച്ചാൽ അതൊക്കെ നോക്കാം, അരിഞ്ഞിടാം നമുക്ക്. അപ്പോൾ ക്യാപ്സിക്കവും പിന്നെ തക്കാളിയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളകും കറിവേപ്പില അതെല്ലാതും ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ പച്ചക്കറിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കി ദോശമാവ് പരുവത്തിലാക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ റവ ഒന്ന് കുതിർന്ന കാരണം കുറച്ചും കൂടി കട്ടി കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ മാവ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നല്ലോണം ഇളക്കിക്കോളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 കൈയിലോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വല്ലാണ്ട് പരത്തി ഉണ്ടാക്കാൻ പറ്റില്ല, ഇതിൽ പച്ചക്കറിയൊക്കെ ഇട്ടുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാനിത് 2 കൈയിലായി ഒഴിച്ചിട്ട് ചെറിയ ദോശ കുഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പതുക്കെ കയ്യിലുകൊണ്ട് ഒന്ന് പറ്റണത്ര നമുക്ക് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് പരത്തി പൊട്ടാണ്ട് അപ്പോൾ പരത്തി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂക്കുമ്പോൾ കുറച്ച് എണ്ണ നമുക്ക് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അടിഭാഗം നല്ലോണം മുരിഞ്ഞു. അപ്പോൾ നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ദോശ മറിച്ചിട്ടു. ഈ ഭാഗം കൂടി ഒന്ന് നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ഇതാ നമ്മുടെ ദോശ തയ്യാറായി. നല്ലോണം മുരിഞ്ഞു വന്നു. അതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ടേ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഞാൻ 2 കയ്യിൽ ഒഴിച്ചു കൊടുത്തു. ഇതേപോലെ തന്നെ ഒന്ന് സൂക്ഷിച്ച് പരത്തണം എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ പൊട്ടാണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഒന്ന് പതുക്കെ പരത്തി കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കയ്യിലുകൊണ്ട് പതുക്കെ പരത്തി കൊടുത്തതിന് ശേഷം ഈ ഭാഗം മൂത്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഞാൻ ഇതിൽ എണ്ണ ഒഴിക്കണ വീഡിയോ കിട്ടിയില്ല തോന്നുന്നു കേട്ടോ. എണ്ണ കുറച്ച് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഈ ഭാഗം കൂടി ഒന്ന് മൂത്ത് കിട്ടി കഴിഞ്ഞാൽ ഈ ദോശയും തയ്യാറായി. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്തു, വാങ്ങിയെടുത്തു. ഇനി ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കിയത് തക്കാളി കൊണ്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഈ ദോശയും തക്കാളി ചട്നിയാണ് ഇന്നത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമുക്ക് മാവ്
പാട്ടിയതില്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ എപ്പോഴായാലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ്സ് എഴുതണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.